ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മിൽ പലരെയും ദൈവം വളരെ താണ നിലയിൽ നിന്നും അത്ഭുതകരമായ വിധത്തിൽ ഉയർത്തി ഇന്നായിരിക്കുന്ന നിലയിൽ എത്തിച്ചതാണെന്ന് അല്പസമയം ചിന്തിച്ചാൽ വ്യക്തമാകും. എന്നാൽ കഴിഞ്ഞകാല നിലയെപ്പറ്റി ഓർക്കുവാനോ അത് സമ്മതിക്കുവാനോ നാം തയ്യാറല്ല. ഇന്നുള്ള നിലയിൽ അഹങ്കരിക്കുകയും കൂടുതൽ കിട്ടാത്തതിൽ അതൃപ്തരാവുകയും ചെയ്യുന്നു. ഞാൻ ഏതു നിലയിലായിരുന്നെന്നും ഇന്നത്തെ നിലയിൽ എങ്ങനെ വന്നു എന്നും ഓർക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യ സഹായത്തിനപ്പുറമായ സ്വർഗീയ കരം പ്രവർത്തിച്ചതിനാൽ ഇന്നത്തെ നിലയിൽ വളരുവാനിടയായി. നിയമപേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് രാജാവ് സാധാരണക്കാരോടൊപ്പം നൃത്തം ചെയ്യുന്നത് കൊട്ടാരത്തിലിരുന്നു കണ്ട മീക്കൽ രാജ്ഞിക്ക് അപമാനമായി തോന്നി. അവൾ ദാവീദിനെ ആക്ഷേപിച്ചു. ആട്ടിടയനായിരുന്ന തന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തിയത് ദൈവമാണെന്ന ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. മീഖളിൻ്റെ പിതാവായ ശൗലിനെയും കൃഷിക്കാരുടെ കൂട്ടത്തിൽ നിന്നാണ് ദൈവം ഉയർത്തി രാജസ്ഥാനത്താക്കിയത്. ശൗലിൻ്റെ മകൾ അത് മറന്നുകളഞ്ഞു. അതിനാൽ അവൾക്ക് സന്താനഭാഗ്യമില്ലാത്തവളായി ജീവിക്കേണ്ടി വന്നു. പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഡാറ എന്ന ആട്ടിടയനെ ചക്രവർത്തി ഒരു ജില്ലയുടെ ഭരണാധികാരിയായി നിയമിച്ചു. ഡാറ എവിടെ പോയാലും ഒരു പെട്ടി കൂടെ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. ഡാറ സ്വന്തമായി രത്നങ്ങളും പണവും സമ്പാദിക്കുകയാണെന്നും എവിടെ പോയാലും സമ്പാദ്യപ്പെട്ടി കൂടെ കൊണ്ടുപോകുമെന്നും മറ്റും രാജസേവകർ രാജാവിനെ ധരിപ്പിച്ചു. വിവരമറിഞ്ഞ രാജാവ് കാര്യം നേരിട്ട് അന്വേഷിക്കുവാനായി വന്നു. പെട്ടി തുറക്കുവാൻ രാജാവ് കൽപ്പിച്ചു. മടിയോടെ ഡാറ പെട്ടി തുറന്നു. ആട്ടിടയനായി നടന്ന കാലത്ത് ധരിച്ച കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരായിരുന്നോ എന്നോർക്കുന്നത് അഹങ്കാരം എന്നിൽ ഉണ്ടാകാതിരിക്കാനും ദൈവാനുഗ്രഹം ലഭിക്കുവാനും ആവശ്യമാണെന്ന് ഡാറ രാജാവിനെ ധരിപ്പിച്ചു. എന്നെ ദൈവം എവിടെ നിന്നുയർത്തി എന്ന ഓർമ്മ പുതുക്കുന്നവൻ ഭാഗ്യവാൻ. 1 പത്രോസ് 5:5. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്.